ക്യൂറ്റിയുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സിലേക്ക് കൂടി എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, റിഗ്രഷൻ അനാലിസിസ്. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്സാമിന് തിയറി ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ പ്രോബ്ലംസ് ഒക്കെ നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റിഗ്രഷനിൽ എന്താണ് റിഗ്രഷൻ അനാലിസിസ് എന്നുള്ളതിൻ്റെ മീനിങ് നോക്കാം. അപ്പോൾ ഇതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനായിട്ടൊക്കെ തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, പഠിച്ചു വെച്ചേക്കുക. റിഗ്രഷൻ അനാലിസിസ് മീൻസ് ദ എസ്റ്റിമേഷൻ ഓർ ദി പ്രെഡിക്ഷൻ ഓഫ്. എസ്റ്റിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കൂട്ടി നമ്മൾ കണക്ക് കൂട്ടുക, പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ പ്രവചിച്ചെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം അല്ലേ. ഇറ്റ് മീൻസ് ദ എസ്റ്റിമേഷൻ ഓർ ദി പ്രഡിക്ഷൻ ഓഫ് ദി അൺനോൺ വാല്യൂ ഓഫ് വൺ വേരിയബിൾ. നമുക്ക് അറിയില്ലാത്ത ഒരു വാല്യൂ, ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല എങ്കിൽ അതിൻ്റെ വാല്യൂവിനെ കുറിച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. എന്തിൻ്റെ ബേസിലാണ്? ഫ്രം ദി നോൺ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. നമുക്ക് അറിയാവുന്ന ഒരു വേരിയബിളിൻ്റെ അറിയാവുന്ന ഒരു വാല്യൂ വെച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വേരിയബിളിൻ്റെ അറിയില്ലാത്ത ആ ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസും ഡിമാൻഡും രണ്ട് വേരിയബിൾ നമുക്കറിയാം അല്ലേ. ഇപ്പോൾ പ്രൈസ് കൂടുന്നതനുസരിച്ച് ഡിമാൻഡിൽ എത്ര കുറവുണ്ടാവും അല്ലേ. സാധാരണ പ്രൈസ് കൂടുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയാണ് അല്ലേ നോർമലി ചിന്തിക്കുമ്പോൾ. ഇപ്പോൾ പ്രൈസും ഡിമാൻഡും രണ്ട് വേരിയബിൾ ആണെങ്കിൽ പ്രൈസ് കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് എത്രയാണ് കുറയുന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ഈ റിഗ്രഷൻ അനാലിസിസ് വെച്ച്. അല്ലെങ്കിൽ നമുക്ക് സാലറി കൂടുന്നതനുസരിച്ച് നമ്മുടെ എക്സ്പെൻസിൽ എത്രമാത്രം മാറ്റം ഉണ്ടാവും, എക്സ്പെൻസ് കൂടുന്ന എത്രമാത്രമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അറിയാവുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാലറി എന്നുള്ളത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എക്സ്പെൻസ് എത്ര കൂടുമെന്നുള്ളത് നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ ടെക്നിക്ക് ഉപയോഗിക്കും അല്ലേ. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിനെയാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. റിഗ്രഷൻ അനാലിസിസിൻ്റെ ഒരു ഡെഫിനേഷൻ കൂടി ജസ്റ്റ് പഠിച്ചു വയ്ക്കാം. M.M. ബ്ലെയറിൻ്റെ പറയുന്നുണ്ട്, റിഗ്രഷൻ അനാലിസിസ് ഈസ് എ മാത്തമാറ്റിക്കൽ മെഷർ ഓഫ് ദി ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് ഇൻ ടേംസ് ഓഫ് ഒറിജിനൽ യൂണിറ്റ്സ് ഓഫ് ഡാറ്റ. ഇപ്പോൾ രണ്ടോ അതിലധികമോ വേരിയബിൾ നമ്മൾ കോറിലേഷനിൽ പഠിച്ചിരിക്കുന്നു. അതായത് രണ്ട് വേരിയബിൾസ് മാത്രമല്ല, അതിൽ കൂടുതൽ വേരിയബിൾസ് വരുന്ന മൾട്ടിപ്പിൾ കോറിലേഷൻ നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ ഇവിടെ മൾട്ടിപ്പിൾ റിഗ്രഷനും വരാം. അപ്പോൾ രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ആവറേജ് റിലേഷൻഷിപ്പ് അത് നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന റിഗ്രഷനെ, അതിൻ്റെ അനാലിസിസിനെയാണ്, അനലിറ്റിക്കൽ ടെക്നിക്കിനെയാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് അല്ലേ. ഇൻ ടേംസ് ഓഫ് ദി ഒറിജിനൽ യൂണിറ്റ്സ് ഓഫ് ഡാറ്റ. ആ ഒരു ഡാറ്റ അതിൻ്റെ ഒറിജിനൽ യൂണിറ്റിൽ, ഇപ്പോൾ നമുക്ക് ഇൻകം ആണെങ്കിൽ റുപ്പീസിലാണ്, അല്ലെങ്കിൽ ഡിമാൻഡ് ആണെങ്കിൽ നമ്പർ അല്ലെങ്കിൽ കിലോഗ്രാം, ആ രീതിയിലൊക്കെ നമുക്ക് എന്താണോ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ആ ഒറിജിനൽ യൂണിറ്റ് ഓഫ് ഡാറ്റ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിൻ്റെ ആവറേജ് റിലേഷൻഷിപ്പ് മാത്തമാറ്റിക്കലായിട്ട് മെഷർ ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, റിഗ്രഷൻ അനാലിസിസിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഉണ്ടാകും. അത് കോറിലേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോറിലേഷനിൽ അങ്ങനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതാണെന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മളിവിടെ റിഗ്രഷൻ അനാലിസിസിൽ രണ്ട് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഉണ്ടാവും. ഒന്ന് ഡിപ്പെൻഡൻറ്റും മറ്റൊന്ന് ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും. ദ വേരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ഓർ ഈസ് ടു ബി പ്രെഡിക്റ്റഡ് ഈസ് കോൾഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ രണ്ട് വേരിയബിൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു വേരിയബിളിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു പറഞ്ഞല്ലേ. അപ്പോൾ ഏത് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അതായത് ഹൂസ് വാല്യൂ ഈസ് ഇൻഫ്ലുവൻസ്ഡ്, മറ്റൊരു വേരിയബിളിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന വേരിയബിൾ ഏതാണോ, അല്ലെങ്കിൽ ഏതൊരു വേരിയബിളിൻ്റെ വാല്യൂ ആണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ആ വേരിയബിളിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഡിമാൻഡ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡിമാൻഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ, ഡിമാൻഡ് എത്രയാണെന്ന്. അതുകൊണ്ട് ആ കണ്ടുപിടിക്കാൻ പോകുന്ന ആ വേരിയബിളിനെ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കാം. അത് പ്രൈസിൽ ഡിപ്പെൻഡൻ്റ് ആണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുന്നതനുസരിച്ച് ഡിമാൻഡ് കൂടുന്നു അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്താണ് മറ്റൊരു വേരിയബിൾ നിൽക്കുന്നതെങ്കിൽ ആ വേരിയബിളിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും മറ്റേ വേരിയബിളിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കാം അല്ലേ. അതായത് നമ്മൾ പ്രഡിക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ വേരിയബിളിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രൈസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ടും ഡിമാൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു റിഗ്രഷൻ അനാലിസിസിൻ്റെ പ്രോബ്ലം സൈഡിലേക്ക് സ്പീഡിൽ നിന്ന് പോകാം. നമുക്ക് റിഗ്രഷന് വേണ്ടി നമുക്ക് പഠിച്ചു വയ്ക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം റിഗ്രഷൻ ഇക്വേഷൻസ് ആണ്. അപ്പോൾ റിഗ്രഷന് വേണ്ടി രണ്ട് ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. രണ്ട് ഇക്വേഷൻസ്, അതിൻ്റെ ഫോർമുലകൾ നമ്മൾ പഠിച്ചു വയ്ക്കണം. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ എക്സ് ആണ്. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ എക്സ്. അത് രണ്ടാമത്തെന്ന് പറയുന്നത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x ഓൺ y ആണ്. അപ്പോൾ ഇവിടെ y ഓൺ എക്സും ഉണ്ട്, x ഓൺ y ഉണ്ട്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ റിഗ്രഷൻ ഇക്വേഷൻ x ഓൺ y കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ ഇത് രണ്ടും കണ്ടുപിടിക്കാൻ പറയും. അതായത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ y യുടെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് ഓൺ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക.
അതാണ് നമ്മളതിന് അർത്ഥമാക്കുന്നത്. ഇവിടെ നോക്കുക, ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എക്സ് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് വൈ വി യൂസ് ദി റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് അല്ലേ. അതായത് നമുക്ക് എക്സിൻ്റെ വാല്യൂ വെച്ചോളൂ. ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈയുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് വൈ ഓൺ എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ എക്സും വൈ എന്നൊക്കെ പറയുന്നത് രണ്ട് വേരിയബിൾസ് മാത്രമാണ്. നമ്മൾ പ്രൈസും ഡിമാൻഡും പറഞ്ഞില്ലേ, ഹൈറ്റും വെയിറ്റും അല്ലെങ്കിൽ സാലറിയും എക്സ്പെൻസും അതുപോലുള്ള വേരിയബിൾസിനെ സൂചിപ്പിക്കുന്നതാണ് എക്സും വൈ എന്ന് കേട്ടോ. അപ്പോൾ ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂ നമ്മൾ വൈനെ ബേസ് ചെയ്താണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എക്സ് ഓൺ വൈ. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ആദ്യം പറയുന്നത് ഏതാണോ ആ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഓൺ വൈ എന്ന് വെച്ചാൽ വൈനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ് കണ്ടുപിടിക്കുക. വൈ ഓൺ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിനെ ബേസ് ചെയ്തുകൊണ്ട് വൈ കണ്ടുപിടിക്കുക. അങ്ങനെ നിങ്ങൾ സിമ്പിളായിട്ടത് ഓർത്തിരിക്കുക. ഇനി നമുക്കത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിരിക്കണം. ഈ ഇക്വേഷൻസാണ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത്, എളുപ്പത്തിൽ പഠിച്ചു വെക്കേണ്ടതെന്നൊക്കെ ഞാനിതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറയുന്നത് വൈ മൈനസ് വൈ ബാർ, വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല, നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. എക്സും വൈയുടെ വാല്യൂ ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ വൈ മൈനസ് വൈ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ എന്ന് പറയുന്ന ഡാറ്റാ സെറ്റിൻ്റെ മീനെയാണ് നമ്മൾ വൈ ബാർ എന്ന് പറയുന്നത് അല്ലേ. അതായത് അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് സിഗ്മ എക്സ് എടുത്തിട്ട് നമ്മൾ തന്നെ നമ്പർ കൊണ്ട് എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വൈ ബാർ കിട്ടും. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം സിമ്പിളായിട്ട്. ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് എന്ന് പറയുന്നതും ബി എക്സ് വൈ എന്ന് പറയുന്നതും ഈ പറഞ്ഞിരിക്കുന്ന റിഗ്രഷൻ കോയഫിഷ്യൻ്റ് ആണ്. റിഗ്രഷൻ അനാലിസിസിലെ കോയഫിഷ്യൻസിനെയാണ് നമ്മൾ ബി വൈ എക്സും ബി എക്സ് വൈ എന്നൊക്കെ പറയുന്നത്. നമ്മൾ കോറിലേഷൻ കോയഫിഷ്യൻ്റായിട്ട് ആർ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, ആർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതിന് കോറിലേഷന് ഒരു കോയഫിഷ്യൻ്റ് ഉള്ളായിരുന്നു 6, പക്ഷേ നമുക്ക് റിഗ്രഷന് നമുക്ക് ബി വൈ എക്സും ബി എക്സ് വൈയും 2 കോയഫിഷ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ വൈ മൈനസ് വൈ ബാർ നമുക്ക് വൈ ഓൺ എക്സ് ആണെങ്കിൽ നമുക്ക് വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ്. നമുക്ക് ഏത് കോയഫിഷ്യൻ്റാണ് ഉപയോഗിക്കേണ്ടത്, റിഗ്രഷൻ കോയഫിഷ്യൻറ്റിൽ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ബി വൈ എക്സ് ആണല്ലേ. ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. അപ്പോൾ വൈ ഓൺ എക്സ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കുക, വൈ മൈനസ് വൈ ബാർ എന്നായിരിക്കും ആദ്യം വരിക. ഇനി ഇവിടെ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് നോക്കിയാൽ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണ്. എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് വരും അല്ലേ. അപ്പോൾ അങ്ങനെ അത് റിലേറ്റ് ചെയ്ത് പഠിച്ചു വയ്ക്കുക, മാറിപ്പോകാതെ. ഒപ്പം തന്നെ വൈ ഓൺ എക്സ് ആണെങ്കിൽ ഇവിടെ വരേണ്ടത് ബി വൈ എക്സ് ആണ്. അതായത് വൈ ആദ്യം വരണം. ഇവിടെ വൈ ഓൺ എക്സ് അല്ലേ, അതുകൊണ്ട് ബി വൈ എക്സ് എന്ന് വരണം. ഇവിടെ എക്സ് ഓൺ വൈ ആയതുകൊണ്ട് നമ്മൾ എക്സ് ആദ്യം വരണം. ഇവിടെ ബി എക്സ് വൈ അല്ലേ, ബി എക്സ് വൈ, ഇവിടെ ബി വൈ എക്സ്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഓർത്ത് മറക്കാതെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അതുകൂടാതെ നമുക്ക് വൈ ഓൺ എക്സ് വരുമ്പോൾ ഇവിടെ ലാസ്റ്റ് വരുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അപ്പോൾ വൈയുടെ നേരെ ഓപ്പോസിറ്റ് എക്സ് മൈനസ് എക്സ് ബാർ വരും. നമ്മൾ എക്സ് ഓൺ വൈ ആണ് വരുന്നതെങ്കിൽ ഇവിടെ എക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് വൈ മൈനസ് വൈ ബാർ ഇവിടെ വരും അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ ആദ്യം വരുന്നത് ഇവിടെ അവസാനമായിരിക്കും വരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ആദ്യം വരുന്നത് ഈ ഇക്വേഷനിൽ രണ്ടാമത് വരും. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് കൂടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക, പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഇതിൽ ബി വൈ എക്സും ബി എക്സ് വൈയും നമുക്ക് എന്ത് ചെയ്യണം, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ബി വൈ എക്സും ബി എക്സ് വൈയും കണ്ടുപിടിക്കണം. ഇപ്പോൾ ബി വൈ എക്സും ബി എക്സ് വൈയും കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ബി വൈ എക്സ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ, എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ന്യൂമറേറ്റർ അതിങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മളത് നമ്മൾ കോറിലേഷനിലെ ഡയറക്റ്റ് ഫോർമുല ഫ്രം ആക്ച്വൽ മീൻ അല്ലേ, ഡയറക്റ്റ് ഫോർമുല നമ്മൾ യൂസിങ് ആക്ച്വൽ മീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഫോർമുലയിൽ ഇത് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഏകദേശം സെയിം ആയിട്ട് വരുന്ന ഒരു ഇക്വേഷനാണ് ഇത് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് അത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് നോക്കുക, ഇവിടെ ന്യൂമറേറ്റർ ബി വൈ എക്സ് ആണെങ്കിലും ബി എക്സ് വൈ ആണെങ്കിലും ന്യൂമറേറ്റർ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല അല്ലേ. എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ ഡിവൈഡ് മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്നാണ്. അതുപോലെ പഠിച്ചു വയ്ക്കുക. ഇനി താഴോട്ട് വരുമ്പോൾ നമുക്ക് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ, അത് ബി വൈ എക്സ് ആണെങ്കിൽ വൈ ആണെങ്കിൽ ഇവിടെ വരേണ്ടത് എക്സ് ആണ്. ഇവിടെ ബി എക്സ് ആണ് ആദ്യം വരുന്നതെങ്കിൽ ഇവിടെ വരേണ്ടത് വൈ ആണ് അല്ലേ. ഇവിടെ എല്ലാം വൈ ആണ് വന്നിരിക്കുന്നത്, എക്സ് വന്നിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. ബി വൈ എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റെ ഡിനോമിനേറ്ററായിട്ട് വരേണ്ടത് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ആണ് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ബി എക്സ് വൈ ആണെങ്കിൽ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം. ഫ്രം ദി ഫോളോവിങ് ഡാറ്റ ഓഫ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഫൈൻഡ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സ് ആൻഡ് വൈ 2 ഡാറ്റകൾ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വൈ ഓൺ എക്സിൻ്റെ റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സും വൈയും നമുക്ക് നൽകിയിട്ടുണ്ട്.
അപ്പോൾ നമുക്കിവിടെ y ഓൺ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു ടേബിൾ തയ്യാറാക്കുക. ഈ ടേബിളിൽ നമുക്ക് തന്നിരിക്കുന്ന എക്സ് വാല്യൂവും y വാല്യൂസ് നമ്മൾ താഴോട്ട് അതേപടി തന്നെ ഇറക്കി എഴുതുക. ആദ്യം ഇറക്കി എഴുതിയതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് 2 കോളങ്ങൾ കൂടി കൊടുത്താൽ മതി. എക്സ് വൈയും എക്സ് സ്ക്വയറും ഈ 2 കോളങ്ങൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് എക്സ് വൈ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് y ഓൺ എക്സ് ആണെങ്കിലും എക്സ് ഓൺ വൈ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സ് വൈ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഈ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ അത്രേ ഉള്ളൂ. 2ഉം 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ അല്ലേ, 2ഉം 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. 3ഉം 5ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 15 കിട്ടും. 4ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 16 കിട്ടും. അതായത് എക്സിനെയും വൈനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന എക്സ് വൈ കോളം. ഇനി എക്സ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എക്സ് ഈ കോളത്തിൽ വരുന്ന ഈ ഐറ്റംസ് അല്ലേ, 2, 3 ഇതിൻ്റെയൊക്കെ സ്ക്വയർ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് എഴുതിയേക്കുക. 2 സ്ക്വയർ, 3 സ്ക്വയർ അല്ലേ, 4 സ്ക്വയർ, 16. അപ്പോൾ അങ്ങനെ രീതിയിൽ നമ്മൾ എക്സ് സ്ക്വയറോടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാറിപ്പോയത് നിങ്ങൾക്ക് y ഓൺ എക്സ് ആണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് സ്ക്വയർ ആണ്. നിങ്ങൾ നേരെ മറിച്ച് നിങ്ങൾക്ക് എക്സ് ഓൺ വൈ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ വൈ സ്ക്വയറും കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക, അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക, മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ടേബിൾ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിലൊക്കെ നമുക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് y ഓൺ എക്സ് ആയതുകൊണ്ട് നമുക്ക് by(x) ഒക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതായത് ഇത് നിങ്ങൾ ഇത്രയും ചെയ്തതിന് ശേഷം എക്സും വൈ എഴുതി അതിൻ്റെ ടോട്ടൽ ചെയ്യണം. ഇവിടെ സിഗ്മ എക്സ് ആണ് കേട്ടോ. സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 20 അല്ലേ. സിഗ്മ എക്സ് എന്ന് തന്നെ നിങ്ങളിവിടെ എഴുതിയേക്കാം. സിഗ്മ എക്സ് ഇവിടെ നമുക്ക് സിഗ്മ എന്താണ്? സിഗ്മ വൈ ആണ്. ഇവിടെ സിഗ്മ എക്സ് വൈ ആണ് അല്ലേ, സിഗ്മ എക്സ് വൈ ആണ്. ഇവിടെ നമുക്ക് സിഗ്മ എക്സ് സ്ക്വയർ അല്ലേ, സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്ന് എഴുതിയാണ് വെച്ചേക്കുക. അപ്പോൾ ഇത് ഇക്വേഷൻ ഓഫ് ദി റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ എക്സിന് വേണ്ടിയുള്ള റിഗ്രഷൻ ഇക്വേഷൻ എന്തായിരുന്നു? y മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു by(x) ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ് അല്ലേ. y മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു by(x) ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? by(x) കണ്ടുപിടിക്കണം. by(x) കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളിപ്പോൾ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ, by(x) കണ്ടുപിടിക്കാൻ വേണ്ടി. നമുക്കിവിടെ n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? എത്ര ഐറ്റം ഉണ്ടെന്നുള്ളത് നമ്മൾ എണ്ണിയെടുക്കുക. ഇവിടെ 1, 2, 3, 4, 5 ഐറ്റമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് n എന്ന് പറയുന്നത് 5 നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അപ്പോൾ 5 ഇൻറ്റു സിഗ്മ എക്സ് വൈ, എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഇതിൻ്റെ സിഗ്മ അല്ലേ 131, അതാണ് സിഗ്മ എക്സ് വൈ. അപ്പോൾ 5 ഇൻറ്റു 131 നമ്മൾ എഴുതി. അതിനുശേഷം മൈനസ് ആണ് വരുന്നത് അല്ലേ, മൈനസ് ചിഹ്നം ഇവിടെ ഇടുന്നു. അതിനുശേഷം സിഗ്മ എക്സും സിഗ്മ വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സിഗ്മ എക്സ് എത്രയായിരുന്നു? ഇതാണ് എക്സ്, അതിൻ്റെ സിഗ്മ ടോട്ടൽ 20, സിഗ്മ വൈ എന്ന് പറയുന്നത് 29 അല്ലേ. അപ്പോൾ ഇത് നമുക്ക് 20 ഇൻറ്റു 29 അല്ലേ, സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ, അത് നമ്മളിങ്ങോട്ട് എഴുതുന്നു. ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ, n എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 തന്നെയാണ് അല്ലേ. ഇനി നമ്മളെടുത്ത് എഴുതി n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? നമുക്കിവിടെ എക്സ് സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. സിഗ്മ എക്സ് സ്ക്വയർ അതിൻ്റെ ടോട്ടലാണ്, ഈ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലാണ് സിഗ്മ എക്സ് സ്ക്വയർ 90. ഓക്കെ, അപ്പോൾ ഓർത്തിരുന്നോണം, അത് ഈ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഡിവൈഡ് ബൈ 5 ഇൻറ്റു 90 മൈനസ് എത്രയായിരുന്നു വന്നിരിക്കുന്നത്? സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ അല്ലേ. സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഈ എക്സ് ഉണ്ടല്ലോ, ഈ എക്സിൻ്റെ ടോട്ടൽ അതായത് 20, അതിനെ നമ്മുടെ സ്ക്വയർ ചെയ്യുന്നതാണ് അല്ലേ, 20 സ്ക്വയർ എന്ന് പറയും അല്ലേ. അപ്പോൾ 20 സ്ക്വയർ. പിന്നെ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ മതി. ഇത് 5 ഇൻറ്റു 131 എന്ന് പറയുന്നത് 655, 20 ഇൻറ്റു 29 എന്ന് പറയുന്നത് 550, ഡിവൈഡ് ബൈ 5 ഇൻറ്റു 90 എന്ന് പറഞ്ഞാൽ 450 അല്ലേ, 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ 75 ഡിവൈഡ് ബൈ 50 നമുക്ക് 1.5 എന്ന് കിട്ടും അല്ലേ. 1.5 ആണ് നമുക്ക് എത്ര കിട്ടുന്നത്? എന്ത് കിട്ടുന്നത്? by(x). പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇക്വേഷനിലൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ട്? നമുക്കിവിടെ y മൈനസ് വൈ ബാറൊക്കെ ആവശ്യമുണ്ടല്ലേ, എക്സ് മൈനസ് എക്സ് ബാറും ആവശ്യമുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ബാറും വൈ ബാറും നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് ബാർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സിഗ്മ എക്സ് അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എക്സ് ബാർ കിട്ടും. 20 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് ബാർ കിട്ടും, 4 എന്ന് കിട്ടും. അതുപോലെ തന്നെ വൈ ബാർ കണ്ടുപിടിക്കാൻ വേണ്ടി വൈയുടെ കോളം സിഗ്മ വൈ അല്ലേ, അതിനെ നമുക്ക് നമ്പർ കൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 29 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ നമുക്ക് 5.8 കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് ബാറും കിട്ടി, വൈ ബാറും കിട്ടി അല്ലേ. ഇനി നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ ഫോം ചെയ്യാലോ. നമുക്ക് y മൈനസ് വൈ ബാർ എന്നല്ലേ പറഞ്ഞത്. y മൈനസ് വൈ ബാർ എത്രയായിരുന്നു? 5.8 അല്ലേ. അപ്പോൾ നമുക്ക് y മൈനസ് വൈ ബാർ 5.8 എഴുതി. ഈസ് ഈക്വൽ ടു 1.5x അല്ലേ. അതായത് നമുക്ക് എന്തായിരുന്നു ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് by(x) ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ് അല്ലേ. by(x) എത്രയാണ് കിട്ടിയത്? 1.5. അപ്പോൾ 1.5 ഇൻറ്റു എക്സ് മൈനസ് അല്ലേ, എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ അറിഞ്ഞുകൂടാ. അത് നമ്മളിപ്പോൾ തൽക്കാലം അങ്ങനെ തന്നെ എഴുതുന്നു. അപ്പോൾ എക്സിനെ നമ്മൾ എങ്ങനെ എക്സ് ബാർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. എക്സ് ബാർ എത്രയായിരുന്നു? 4 ആണ് അല്ലേ. അപ്പോൾ എക്സ് ബൈ എക്സ് ബാർ നമ്മൾ എഴുതി. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും ഭാഗം, അതായത് 1.5 ഇൻറ്റു എക്സ് മൈനസ് 4 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ.
അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിന് ഉള്ളിലുള്ള രണ്ട് കാര്യങ്ങളെ ബ്രാക്കറ്റിന് പുറത്തുള്ള ഒരു കാര്യം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള ഈ ഒരു വാല്യൂ കൊണ്ട് ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള രണ്ട് വാല്യൂവിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ? അതായത് 1.5 ഇൻറ്റു എക്സ് 1.5x എന്ന് കിട്ടും. ദെൻ 1.5 ഇൻറ്റു -4 കേട്ടോ, മൈനസ് ചിഹ്നോട് ഉൾപ്പെടെ എഴുതുക. 1.5 ഇൻറ്റു -4 എന്ന് പറയുമ്പോൾ നമുക്ക് -6 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെയായിട്ട് മാറ്റി എഴുതാൻ പറ്റും? 1.5x -6 എന്ന് എഴുതാൻ വേണ്ടി സാധിക്കും. y - 5/8 നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഇനി അതിനുശേഷം നമുക്ക് ഇവിടെ നമുക്ക് y1 x ആണല്ലേ, y ആണ് കണ്ടുപിടിക്കേണ്ടതുള്ളത്. അപ്പോൾ വൈയുടെ കൂടെ നിൽക്കുന്ന ഈ ഒരു എലമെൻറ്റിനെ നമ്മൾ ഈ ഈക്വൽ ടു സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ വൈനെ അവിടെ നമ്മൾ ഒറ്റപ്പെടുത്തി നമ്മളവിടെ നിർത്തുന്നു കേട്ടോ. അപ്പോൾ y = ഈ 1.5x -6 നമ്മൾ ആദ്യം എടുത്ത് എഴുതി. അതിനുശേഷം -5/8 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഈക്വൽ ടു സൈൻ അതിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ +5/8 ആയി അല്ലേ. -5/8 നമ്മൾ =ൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ +5/8 എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് y = 1.5x -6 + 5.8 എന്ന് വരും അല്ലേ. ഇനി നമുക്ക് ഇത് തമ്മിൽ വർക്കൗട്ട് ചെയ്യാം. നമുക്ക് -6 + 5.8 -6ഉം +5.8 അതായത് മൈനസും പ്ലസും തമ്മിൽ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടണം അല്ലേ. അപ്പോൾ -6ഉം 5.8ഉം മൈനസും പ്ലസും രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടണമെങ്കിൽ അതിൻ്റെ വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 6 - 5.8 എന്ന് പറയുമ്പോൾ 0.2 വരും. വലുതെന്ന് പറയുന്നത് 6 ആയിരുന്നു, അതിൻ്റെ ചിഹ്നം നമ്മളിവിടെ കൊടുക്കുന്നു അല്ലേ, മൈനസ് കൊടുക്കുന്നു. അപ്പോൾ 1.5x -0.2 എന്ന് വരും അല്ലേ. y = വൈയുടെ വാല്യൂ ആ രീതിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ y(x) എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കതിനെ ഇങ്ങനെ വരുന്ന പ്രോബ്ലം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ, ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് x(y) വരുന്ന ഒരു കേസ് നമുക്ക് നോക്കാം അല്ലേ. x(y) വരുന്ന ഒരു കേസ് നോക്കാം. ഫ്രം ദി ഫോളോവിംഗ് ഡാറ്റ ഗിവൺ ബിലോ ഫൈൻഡ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x(y) അല്ലേ. ഇത് ക്വസ്റ്റിനൊക്കെ സെയിം തന്നെയാണ്, ഇതുപോലെ തന്നെയാണ്. അപ്പോൾ x(y) ആകുമ്പോൾ എന്തായിരുന്നു? x(y) നമ്മൾ എടുത്തെഴുതി. xy നമ്മൾ എല്ലാ കേസിലും എഴുതുന്നതാണ്, ഇത് അതുപോലെ തന്നെ എഴുതുക. ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് y² ആണല്ലേ. x(y) ആകുമ്പോൾ നമുക്ക് y² കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സിഗ്മ എടുത്തെഴുതുന്ന എല്ലാം നമ്മൾ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് എടുത്തെഴുതുന്നു. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് റിഗ്രഷൻ ലൈൻ ഓഫ് x(y) അല്ലേ. x(y) ആകുമ്പോൾ എങ്ങനെ വരും? x - x ബാർ എന്ന് വരും അല്ലേ. x ആണ് ആദ്യം വരേണ്ടത്, അപ്പോൾ x - x ബാർ വരും. ഇൻറ്റു bxy ആണല്ലേ, bxy അല്ലേ = bxy ഇൻറ്റു y - y ബാർ എന്നാണ് വരുന്നത് അല്ലേ, y - y ബാർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് bxy കണ്ടുപിടിക്കണം. bxy കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഇവിടെ നമുക്ക് n × σxy - σx × σy അല്ലേ. അതൊക്കെ കോമൺ ആണ്, നമ്മൾ ആദ്യം കണ്ടുപോലെ byx കണ്ടുപോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ bx ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കണം? y ആയിരിക്കണം അല്ലേ. n × σy² - σy² എന്ന് അങ്ങനെ വരും അല്ലേ. ഇനി നമുക്ക് ഈ ഇക്വേഷനിലൊക്കെ നമുക്കിതിനെ അപ്ലൈ ചെയ്യുക. bxy കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 5 ഐറ്റം തന്നെയാണുള്ളത്. n എന്ന് പറയുന്നത് 5 തന്നെയാണ്. 5 × 114 അല്ലേ, അതായത് σxy 5 × 114 -σx × σy അല്ലേ. അതായത് നമുക്ക് σx എത്രയാണ് കിട്ടിയത്? σx എന്ന് പറയുന്നത് 23 ആണല്ലേ. σx 23 ആണ്. ഇവിടെ σy എന്ന് പറയുന്നത് 20 ആണല്ലേ. അപ്പോൾ 23 എന്ന് ഇവിടെ എഴുതാട്ടെ, 230 വന്നിട്ടുണ്ട്. 23 × 20 അല്ലേ, 23 × 20 കൊടുക്കുക. ഡിവൈഡഡ് ബൈ നമുക്ക് n × σy² എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു σy² അല്ലേ, 110 അല്ലേ. അപ്പോൾ 5 × 110 -20² അല്ലേ, അതായത് നമുക്ക് σy² അല്ലേ, y ഈ വൈയുടെ അതായത് ഈ ഒരു സിഗ്മ അല്ലേ, അതിൻ്റെ സ്ക്വയർ 20ൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ = 570 - 460 ഡിവൈഡ് ബൈ 550 - 400 എന്ന് വരും. അപ്പോൾ 110 ഡിവൈഡ് ബൈ 150 വരും അല്ലേ. അപ്പോൾ നമുക്ക് 0.73 നമുക്ക് അതിൻ്റെ ആൻസർ വരും. അപ്പോൾ നമുക്കിവിടെ x ബാറും y ബാറും നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കേണ്ടതുണ്ട്. σx / n 23/5 4.6 എന്നും y ബാർ നമുക്ക് σy 20 / 5 നമുക്ക് 4 എന്നും കിട്ടും അല്ലേ. അതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ എഴുതാം. x(y) അല്ലേ, x(y) ഈസ് x - 4.6 x - 4.6 ഈസ് = 0.73 × y - 4 എന്നല്ലേ. അപ്പോൾ x - 4 നമുക്കിവിടെ നോക്കുക. ഇക്വേഷൻ എന്തായിരുന്നു പറഞ്ഞത്? x - x ബാർ അല്ലേ. x ബാർ എന്ന് പറയുന്നത് 4.6 ആണ്, നമ്മളിവിടെ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ. x ബാർ എന്ന് പറയുന്നത് 4.6 ആണ്, അത് കണ്ടുപിടിച്ചായിരുന്നു. ഈസ് = നമുക്ക് എത്രയാണ് അടുത്തത് എന്തായിരുന്നു പറഞ്ഞത്? bxy അല്ലേ. bxy എത്രയായിരുന്നു? 0.73 അല്ലേ. അപ്പോൾ നമ്മൾ 0.73 × y - 4 y നമുക്കറിയില്ല. നമുക്ക് y4 നമുക്കിവിടെ y ബാർ അറിയാം അല്ലേ. 4 നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ y - 4 എന്ന് അതുകൊണ്ട് നമ്മൾ എഴുതിയത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 0.73 × y - ബാർ അല്ലേ, 0.73 × y - ബാർ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ 0.73നെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 0.73y എന്ന് കിട്ടും. ദെൻ 0.73 നമ്മൾ -4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് -2.96 കിട്ടും അല്ലേ. അപ്പോൾ ഇത്രയും കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പിന്നീട് നിങ്ങളിതിനെ ഇവിടെ x = 0.73
2.92, അതായത് നമുക്ക് ഇവിടെ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എക്സിനെ നമ്മൾ ഒറ്റപ്പെടുത്തിക്കൊണ്ട് -4.6 നമ്മൾ എന്ത് ചെയ്യും, ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരണം അല്ലേ. ഇതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താ +4.6 എന്ന് വരും അല്ലേ. അപ്പോൾ 0.73 -2.92 +4.6 എന്ന് നമുക്കിതിനെ എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അതിനുശേഷം നമുക്ക് ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് എടുത്തെഴുതാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ നമുക്കിവിടെ 0.73y എന്നും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ നോക്കുക, ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ 0.73y ആ കാര്യം കൂടെ എഴുതുക കേട്ടോ. 0.73y അവിടെ y ഇങ്ങനെ കിടപ്പുണ്ട്. -2.2 +4.6 അല്ലേ. അപ്പോൾ നമുക്കിവിടെ -2.2 +4.6 രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. നമ്മളതിൻ്റെ വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ ഇനം പ്ലസ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നല്ലേ. അപ്പോൾ +1.68 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ s = 0.73y +1.68 എന്നായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ വരുന്നത്. ഇതാണ് x1y-യുടെ റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. എക്സാമിന് ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടുതൽ സപ്പോർട്ടിങ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്